ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമുക്ക് ഓപ്പറേറ്ററിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് സിലബസ് കിട്ടണമെങ്കിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന ടൈമിലാണ് സാധാരണയായി ആ എക്സാമിൻ്റെ സിലബസ് കേരള PSC നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ നമുക്ക് ആ ടൈമിൽ അത്രയും ദിവസം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ, അതായത് ഓപ്പറേറ്ററിൻ്റെ പ്രീവിയസ് ഇയർ സിലബസ് നോക്കി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ആ സിലബസിനകത്ത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എത്ര മാർക്കാണ് ഓരോ മൊഡ്യൂളിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ സിലബസ് ഓഫ് ദ പോസ്റ്റ് ഓഫ് ഓപ്പറേറ്റർ ഇൻ കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ആണ് പ്രീവിയസ് ഇയറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് പറയുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ആണ്. 15 മാർക്കാണ് ആ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും, അതായത് ഇലക്ട്രിക്കലിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതായത് ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾ, ഓംസ് ലോ, വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ്, അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. വോൾട്ടേജ് എന്താണ്, കറൻറ്റ് എന്താണ്, ഓംസ് ലോ, പവർ, എനർജി, വോൾട്ട് മീറ്റർ, മീറ്ററിൻ്റെയൊക്കെ ഉപയോഗം, പിന്നെ ഓം മീറ്റർ, മൾട്ടിമീറ്റർ, ഇതൊക്കെ എന്താണ്, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ, അറിയുന്നതല്ലേ. വോൾട്ട് മീറ്ററും അമ്മീറ്ററൊക്കെ എന്താണ്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ, കറൻറ്റ് മെഷർ ചെയ്യാൻ, ഓം മീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മൾട്ടിമീറ്റേഴ്സൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളാണ് അല്ലേ. പിന്നെ കണ്ടക്ടേഴ്സ്, അതായത് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റർ, വയേഴ്സ്, ഷീൽഡിങ്, ലെങ്ത് വേഴ്സസ് റെസിസ്റ്റൻസ്, റെസിസ്റ്ററിൻ്റെ റേറ്റിംഗ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഫ്യൂസസ്, ഇതൊക്കെ എന്താണ്, പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് ആണ് അല്ലേ. ഫ്യൂസസും സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലെയുള്ളത്. ബെല്ലാസ്റ്റ് റെസിസ്റ്റർ, സ്ട്രിപ്പിംഗ് വയർ ഇൻസുലേഷൻ, കേബിൾ കളർ കോഡ് ആൻഡ് സൈസ്, റെസിസ്റ്റർ ഇൻ സീരീസ് സർക്യൂട്ട്, അതായത് റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ്, കപ്പാസിറ്ററും അതുപോലെ സീരീസ് പാരലൽ കോമ്പിനേഷനിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഏറ്റവും ബേസിക് ഇലക്ട്രിസിറ്റി അറിയുന്ന, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് അല്ലേ. അടുത്തത് നോക്കിയേ, ഇത് തിയറി പോർഷൻസ് ആണ് കേട്ടോ. അതായത് ബാറ്ററീസ് ആൻഡ് സെൽ, ലെഡ് ആസിഡ് ബാറ്ററി, അതായത് പ്രൈമറി ബാറ്ററീസ് വരാം, ഇവിടെ സെക്കൻഡറി ബാറ്ററീസ്, അതുപോലെ ഓരോ ബാറ്ററീസിൻ്റെയും റേഞ്ചുകൾ ഒക്കെ ഒന്ന് നോക്കി പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ SMF ബാറ്ററി, പിന്നെ ഹീറ്റിംഗ് എഫക്ട്സ്, മാഗ്നറ്റിക് എഫക്ട്സ് വരുന്നത്, പീസോ ഇലക്ട്രിക്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിലേ, സോളിനോയിഡ്, KVL, KCL ഒക്കെ, അതായത് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. അതായത് KCLും KVL ഒക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 15 മാർക്ക് ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയേ. മൊഡ്യൂൾ 2-ൽ എന്താ പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം. 5 മാർക്കേ ഉള്ളൂ. അതും എന്താണ്, വളരെ സിമ്പിളായിട്ട്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്കറിയാം, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ കൊളൂംസ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ടേംസുകളാണ്, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതിൻ്റെയൊക്കെ യൂണിറ്റാണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ പെർമിറ്റിവിറ്റി, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ, ഒക്കെ എന്താണ് അതിൻ്റെ ടേംസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സുകളൊക്കെ ഒന്ന് നന്നായി നോക്കി പോവുക. വീണ്ടും എന്താണ്, നമുക്ക് കപ്പാസിറ്റർ വരുന്നുണ്ട് ഈ മൊഡ്യൂളിലും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയ പോലെ തന്നെ ഇതിനകത്തും എന്താ, കപ്പാസിറ്റർ സീരീസ് പാരലലായി കണക്ട് ചെയ്യുന്നത് എഗെയിൻ തന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ്നിങ് ഫിനോമിനോം, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ, കപ്പാസിറ്റർ, എനർജി സ്റ്റോറിങ് കപ്പാസിറ്റർ, കൊളൂംസ് ലോ, ഇത് മാഗ്നറ്റിക് ടേംസുകളാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, അതൊക്കെ മാഗ്നറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, 2 ലോസ് ഉണ്ട്. അതുപോലെ ലെൻസസ് ലോ, അതിന് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, പിന്നെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി സ്റ്റോറിങ് ഇൻഡക്ടർ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതുപോലെ റൈറ്റ് ഹാൻഡ് ലോ. അതൊക്കെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ വരുന്നത്. 5 മാർക്കാണ്, ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മളുടെ ഫണ്ടമെൻ്റൽ ഓഫ് AC സിസ്റ്റം.
ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്, അതിനുള്ള ഇക്വേഷൻ അവിടെയും എന്ത് തന്നെയാണ് നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നോക്കേണ്ടത് ബേസിക് ടേംസുകളാണ്. അതായത് ആംപ്ലിറ്റ്യൂഡ്, അതായത് സൈൻ വേവ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് കേട്ടോ. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇതൊക്കെ. ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ ഒക്കെ ഈസി ആയിട്ട്, അതായത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് ചോദിക്കുള്ളൂ. പിന്നെ എ സി ത്രൂ റെസിസ്റ്റൻസ്, എ സി ത്രൂ നമ്മൾ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ, ഇൻഡക്റ്റൻസ് മാത്രമുള്ളത്, അതുപോലെ കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ എങ്ങനെയാണ്, അതുകൂടെ RLC സർക്യൂട്ട് ചോദിക്കാം. പക്ഷെ നമുക്ക് ബേസിക് മാത്രമല്ലേ വരുന്നുള്ളൂ ഇവിടെ. പിന്നെ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ പ്രോബ്ലം ആണ് ഇവിടെ സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും വരുന്നത് കേട്ടോ. പിന്നെ ലൈനും ഫേസ് റിലേഷൻഷിപ്പ്, അതായത് സ്റ്റാറിലും ഡെൽറ്റയിലുള്ള ലൈനും ഫേസ് റിലേഷൻഷിപ്പാണ് തരിക. ഓക്കെ, അതാണ് മൊഡ്യൂൾ 3. 5 മാർക്സേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഓരോ ടേംസുകളാണ് നമ്മൾ നന്നായി പഠിച്ചു പോകേണ്ടത്. അടുത്തത് നോക്കിയേ, മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അതും 5 മാർക്സ് ആണ് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ, അതായത് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വോൾട്ട് മീറ്റർ, അമീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്, അതുപോലെ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതൊന്നും നമ്മൾ കൂടുതലായി നോക്കണം. അതായത് മെഷർമെൻറ്റ് ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ മൊഡ്യൂൾ തന്നെയാണ്. പിന്നെ എന്താ TOD മീറ്റർ, സിങ്ക്രണോസ്കോപ്പ് എന്താണ്, CRO എന്താണ്, CROയുടെ ഓരോ കൺസ്ട്രക്ഷനും കാര്യങ്ങളും പാർട്സുകളൊക്കെ നന്നായി പഠിച്ചു പോകണം. മൾട്ടിമീറ്റർ, സീറ്റ്, കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഒക്കെയാണ് വരുന്നത്. അവിടെയും നമുക്ക് എന്താണ് 5 മാർക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെയും നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, മൊഡ്യൂൾ 5 എന്താ വന്നിട്ടുള്ളത്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി ആൻഡ് സോളാർ സെൽ. ഇത് തിയറി പോർഷനാണ് കേട്ടോ. അതായത് ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഷോക്കിനെ അവോയ്ഡ് ചെയ്യേണ്ടത്, അവിടെ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, പിന്നെ ബാറ്ററീസ്, നമ്മൾ ബാറ്ററീസ് ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടു അല്ലേ, സെൽസ് ആൻഡ് ബാറ്ററീസ്, അതേപോലെ തന്നെ ആ ബാറ്ററീനെ എങ്ങനെ കെയർ ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സോളാർ സെൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. പിന്നെ ടോട്ടൽ, അതായത് നമ്മൾ ബാറ്ററീസിനെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ, അതുപോലെ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മൊഡ്യൂളാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തിയറി പോർഷൻസ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. ദെൻ വയറിംഗ് ആക്സസറീസ് എടുക്കുമ്പോൾ നോക്കിയേ, വേരിയസ് വയറിംഗ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ, സിംഗിൾ സ്ട്രാൻഡ്, മൾട്ടി സ്ട്രാൻഡ്, അതിൻ്റെ കറണ്ട് റേറ്റിംഗ്സ്, ഫ്യൂസസ്, കാർട്രിഡ്ജ് ആൻഡ് HRC ഫ്യൂസസ്, സ്വിച്ചസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്വിച്ചസ് നമ്മൾ പഠിക്കണം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറി പോർഷൻസ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അതായത് SPST, SPDT, സിംഗിൾ പോൾ, ഡബിൾ ത്രോ, സിംഗിൾ ത്രോ സ്വിച്ചുകൾ, അങ്ങനെയുള്ളതൊക്കെയാണ്. ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, അങ്ങനെ ഇതൊക്കെ തിയറിയാണ്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണ്, ഇലുമിനേഷൻ, ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ ഒരു ചെറിയ ടോപ്പിക്കാണ് അവിടെ തന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് വാസ്റ്റ് ആണ് കേട്ടോ, ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെന്ന് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ എർത്തിങ് എടുക്കുമ്പോൾ പ്ലേറ്റ് എർത്തിങ്, ടൈപ്പ് എർത്തിങ്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. പക്ഷേ എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ തിയറി നന്നായി പഠിച്ച് തന്നെ പോകണം. 5 മാർക്കേ ഉള്ളൂ. തിയറി പോർഷൻസ് ആണ്. അതായത് മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം എന്നാൽ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈസിയായി ആ ഒരു 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അഗെയിൻ അടുത്ത നോക്കിയേ, മൊഡ്യൂൾ 7 എന്താ പറയുന്നത്, DC മെഷീൻസ്, മൊഡ്യൂൾ 8 AC മെഷീൻസ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് മെഷീൻസ് എന്ന് പറയും. അതിൽ DC മെഷീൻസും AC മെഷീൻസിനെ ആയിട്ട് 5 മാർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ DC മെഷീൻസ് വരുമ്പോൾ അതിനകത്ത് DC ജനറേറ്ററും, ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ DC മോട്ടറിൻ്റെയും ജനറേറ്ററിൻ്റെയും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാറുണ്ട്. പിന്നെ അതിൻ്റെ വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻസ്, EMF ഇക്വേഷൻ, ലാബ് വൈൻഡിങ്, വേവ് വൈൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് തരുന്നത്. സെയിം നമ്മളുടെ മോട്ടറിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഞാൻ പറയുന്നുണ്ട്, DC മെഷീൻസ് എടുക്കുമ്പോൾ DC മോട്ടറിനും അതുപോലെ DC ജനറേറ്ററിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ഒറ്റ കൺസ്ട്രക്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസിയാണ് അതിൽ ഓരോ പാർട്സുകളും പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ AC മെഷീൻസ് എടുക്കുമ്പോൾ നോക്കൂ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലേ, അതിൻ്റെ പ്രിൻസിപ്പിൾ, EMF ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, എഫിഷ്യൻസിയും ലോസസും, ഓൾ ഡേ എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് കാണാം. അതുപോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്.
പിന്നെ ഓൾട്ടർനേറ്റേഴ്സ് 3 ഫേസ് സിങ്ക്രണസ് മോട്ടറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ AC മെഷീൻസിൽ വരുന്നത്. പിന്നെ സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടറിൻ്റെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, യൂണിവേഴ്സൽ മോട്ടർ, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോട്ടേഴ്സ് ഉണ്ട്. അതൊക്കെ സീരീസ് മോട്ടർ, അതൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോകേണ്ടതാണ്. ഇവിടെ നിന്ന് പ്രോബ്ലംസും വരാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് കാണാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്, ഡിഫറെൻറ്റ് ഗേറ്റ്സുകൾ ഉണ്ടല്ലോ, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, നാൻഡ് ഗേറ്റ്, അങ്ങനെ തിയറം, ഡിമോർഗൻസ് തിയറം വരുന്നുണ്ട്. ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, രജിസ്റ്റേഴ്സ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അവിടെയുള്ള സോൾഡറിങ് ടെക്നിക്സ് മെത്തേഡുകളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, നമ്മളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ഭാഗത്ത് വരുന്നത്. ലാസ്റ്റ് എന്താണ്, പവർ ഇലക്ട്രോണിക്സും വരുന്നുണ്ട് കേട്ടോ. 5 മാർക്കിൻ്റെ പവർ ഇലക്ട്രോണിക്സും ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൽ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, വിത്തൗട്ട് ഫിൽറ്റർ, വിത്ത് ഫിൽറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫെറ്റ്, ജെഫെറ്റ്, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR, അങ്ങനെ അതിൻ്റെ പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകളും, ബാറ്ററി ചാർജർ, അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ എന്ന രീതിയിലുള്ള കുറച്ച്, അതായത് സിമ്പിൾ മൊഡ്യൂളാണ്, 5 മാർക്കേ ഉള്ളൂ. അതും കുറച്ച് തിയറി പോർഷൻസും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗവും. ഇനി അടുത്തത് വരുന്നത് നമ്മളുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആണ് അല്ലേ. ഇപ്പോൾ ഇത്രയും നേരത്തെ നമ്മൾ ഓരോ മൊഡ്യൂളിലെ മാർക്ക് സ്പ്ലിറ്റിംഗ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു മൊഡ്യൂളിന് മാത്രമാണ്, ബേസിക് ഇലക്ട്രിസിറ്റിക്ക് മാത്രമാണ് 15 മാർക്ക് കണ്ടത്. ബാക്കി എല്ലാം എത്രയാണ്, 5 മാർക്കായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്രയും നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ട്. ചെറിയ ടോപ്പിക്കുകളാണ്, പക്ഷെ എന്താണ്, നന്നായി പഠിക്കേണ്ട ഭാഗങ്ങളാണ്. കുറേ തിയറി പോർഷൻസും ചെറിയ ചെറിയ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, മെക്കാനിക്കൽ റിലേറ്റഡ് നോക്കിയേ, പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് അല്ലേ. പമ്പ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, ലീഡിങ് മാനുഫാക്ചേഴ്സ്, ഡെവലപ്മെൻറ്റ് ഇൻ പമ്പ് ഇൻഡസ്ട്രി, ട്രെൻഡ്സ്, അവിടുത്തെ ന്യൂ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, സീരീസ്, പാരലൽ അല്ലേ. പിന്നെ അവിടുത്തെ ഡിഫക്റ്റ് ആൻഡ് മെത്തേഡ് ഓഫ് റീകോർഡിനേഷൻ, സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള, അതുപോലെ സബ്മേഴ്സിബിൾ പമ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫാസ്റ്റേണേഴ്സ്, ഷീറ്റ് മെറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്ക്രൂസ്, നെറ്റ്, സ്റ്റഡ്, ബോൾട്ട്, അങ്ങനെയുള്ള ലോക്കിംഗ് ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പഠിക്കുക. പക്ഷേ അവിടെ എന്താണ്, 10 മാർക്കാണ് അല്ലേ, 10 മാർക്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പുകൾ നമ്മൾ നന്നായി ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ച് പോകേണ്ടതാണ്. ഓക്കെ. പിന്നെ മൊഡ്യൂൾ 12 എടുക്കുമ്പോൾ എന്താ, IC എൻജിൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. മെക്കാനിക്കലുകാർക്കൊക്കെ എളുപ്പമുള്ള ഒരു ഭാഗമായിരിക്കും IC എൻജിൻസ്. അവിടെയുള്ള അതായത് ഓരോ കംപ്രഷൻ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ, ഇഗ്നീഷൻ എൻജിൻ, സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ അല്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക്, അങ്ങനെയുള്ള എൻജിൻസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ് ഓഫ് ഡീസൽ എൻജിൻ, ടെക്നിക്കൽ ടേംസ്, അവിടെ യൂസ് ചെയ്യുന്ന ടേംസുകൾ, എൻജിൻ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ക്ലീനിങ് ഫ്യുവൽ ടാങ്ക്, ചെക്ക് ആൻഡ് ലീക്ക് ഇൻ ദ ഫ്യുവൽ ലൈൻ, അങ്ങനെയുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയയിൽ നിന്ന് IC എൻജിൻ റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവിടെയാണ് നമുക്ക് എന്താണ് 10 മാർക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി അടുത്തത് വരുന്നത് വീണ്ടും നമ്മളുടെ എന്താ, പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഏരിയ ആണ്. 10 മാർക്സ് ആണ്. പക്ഷേ ഇവിടെയും എന്താണ്, നമ്മൾ റിലേറ്റഡ് ആയിട്ട് കുറേ AC മോട്ടേഴ്സും നമ്മളുടെ, അതായത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. അതായത് അവിടുത്തെ ടെർമിനോളജീസ്, അതിൻ്റെ പർപ്പസ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലും വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും എഗെയിൻ എന്ത് വരുന്നുണ്ട്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതുപോലെ ഐസൊലേറ്റേഴ്സ്, ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ കുറച്ചൊക്കെ അതായത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക്കലിൻ്റെ കുറേ കാര്യങ്ങൾ വീണ്ടും എഗെയിൻ എന്താണ് ഈ ഒരു പവർ ട്രാൻസ്മിഷേഴ്സ് എന്ന ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അതും 10 മാർക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് മൊഡ്യൂൾ എന്താണ്, ഫ്ലൂയിഡ് വാൾവ്സിനെയാണ് അല്ലേ. അതായത് അപ്ലിക്കേഷൻ ഓഫ് ഗിയർ പമ്പ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, സിംഗിൾ ആക്ടിങ്, ഡബിൾ എൻഡഡ് സിലിണ്ടർ, ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്, 2x2, 3x2, 4x2, 4x3, അങ്ങനെയുള്ള വേവ് വാൾവിനെ കുറിച്ചിട്ടൊക്കെയാണ്. പിന്നെ വരുന്നത് എന്താ, പ്രഷർ റിലീഫ് വാൾവ് എന്താണ്, നോൺ റിട്ടേൺ വാൾവ്, ഫ്ലോ കൺട്രോൾ വാൾവ് യൂസ് ന്യൂമാറ്റിക് സിമ്പൽ യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ ഫംഗ്ഷൻ ഓഫ് എയർ സർവീസ് യൂണിറ്റ്, അതായത് ഫിൽറ്റർ, FRL ഫിൽറ്റർ, റെഗുലേഷൻ ആൻഡ് ലൂബ്രിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടറി പമ്പുകളെ കുറിച്ച്, അതിൻ്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും റിപ്പയറിംഗ് പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ അതിനകത്ത്
നന്നായി തന്നെ പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ ടെക്നിക്സ് ഓഫ് റോട്ടറി പമ്പ്സ്, അതുപോലെ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ടൂൾസ് ആർ എക്യുപ്മെൻറ്റ് റിക്വയർ, എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ പൈപ്പ്സ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്, പൈപ്പ് ജോയിൻസ്, പൈപ്പ് ഗോയിങ്, അതൊക്കെ നമ്മൾ എന്താണ് തിയറി ആയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് അല്ലേ, ഈ ഒരു ഭാഗം. അതൊക്കെ നന്നായി പഠിച്ചു പോകണം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പ്രീവിയസ് ഇയറിൽ തന്നിട്ടുള്ള ആ ഒരു സിലബസ് പ്രകാരം തന്നിട്ടുള്ള ഒരു സിലബസ് അല്ലേ. അപ്പോൾ അത് നോക്കുക, ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മളുടെ PSC മോസ്റ്റ്ലി എന്താണ് മിക്കവാറും ഇത് തന്നെയായിരിക്കും സിലബസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പറയാൻ പറ്റില്ലല്ലോ PSCയുടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇപ്പോൾ ഈ ഒരു സിലബസ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മൊഡ്യൂൾ വൈസ് പഠിക്കുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഗുഡായിട്ട് നന്നായി പഠിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.